ചില അഭിനേതാക്കളെ നമ്മൾ നോട്ടീസ് ചെയ്യുക പെട്ടെന്ന് വന്ന് അഭിനയിച്ച ഒരു ക്യാരക്ടറിലൂടെ ആയിരിക്കും. അങ്ങനെയുള്ള ഒരു ആക്ടറാണ് ഇന്ന് നമ്മുടെ കൂടെ അതിഥിയായിട്ട് സൺഡേ ഫണ്ടിലുള്ളത്. ഏറ്റവും അധികം ഗ്രേസോട് കൂടി തന്നെ എൻ്റെ മുമ്പിലിരിക്കുന്ന ഗ്രേസ് ആന്റണി. ഗ്രേസ്, വെൽക്കം ടു സൺഡേ ഫണ്ടേ. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നേ, ഇവിടെ വരുന്ന കുറേ പേര് നമ്മൾ പലരെയും കണ്ടിട്ടുണ്ടാവില്ല. ചിലരെ നല്ല അടുപ്പുണ്ടാവും, ചിലരെ ഇടയ്ക്ക് ഷോസിന് വെച്ച് കണ്ടിട്ടുണ്ടാവും. അപ്പം ഞാനിങ്ങനെ ഗ്രേസ് വരുന്നു പറഞ്ഞപ്പം ഞാനിങ്ങനെ ആലോചിച്ചു, ഞാനിപ്പോൾ എന്താ ഈ കുട്ടിയോട് ചോദിക്കുക എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരുന്ന് ഒബ്വിയസ്ലി ഞാൻ കുമ്പളങ്ങി നൈറ്റ്സ് കണ്ടിട്ടുണ്ട്. ഇപ്പം ഇനി ചെയ്യാൻ പോകുന്ന സിനിമകളെ പറ്റിയൊക്കെ എനിക്കറിയാം. അപ്പോഴാണ് കയറി വന്ന ഉടനെ ചേച്ചി നമ്മളൊരു സിനിമയിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത്. ഐ എം സോ സോറി. എനിക്ക് അപ്പോൾ പെട്ടെന്ന് ഒന്നുമല്ല, ഈവൻ കുമ്പളങ്ങി നൈറ്റ്സ് കഴിഞ്ഞിട്ടും നമ്മൾ ഒരുമിച്ച് ചെയ്ത മൂവി കാമ്പോജി ഞാൻ വീണ്ടും കണ്ടു, ആമസോണിൽ കണ്ടു. അപ്പൊ കണ്ടപ്പോഴും എനിക്ക് മനസ്സിലാവണില്ല ആ കുട്ടി തന്നെയാണ് ഈ കുട്ടി എന്നുള്ളത്. ഒരു പാവാടിയും ബ്ലൗസ് ഒക്കെ ഇട്ട് നല്ല ഗുണ്ടുമണിയായിട്ട് ബേബി ഗേൾ ആയിരുന്നു അല്ലേ. ഐ എം സോ ഹാപ്പി ദാറ്റ് യു ആർ ഹിയർ. ആൻഡ് എന്താ പറയാ, പെട്ടെന്നുണ്ടായ ഒരു ഉയർച്ചയാണ് അല്ലെങ്കിൽ ഒരു വളർച്ചയാണ് അല്ലേ. അപ്പൊ ബീങ് എ ഡാൻസർ കൂടിയാണ്. എന്താ പറയാ, കാലടി കോളേജിൽ നിന്ന് സംസ്കൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് BA ഭരതനാട്യം പാസ്സായ കുട്ടിയാണ് ഗ്രേസ് എന്ന് പറയുന്ന കുട്ടി. ബീങ് എ ഡാൻസർ, ഇതിനെങ്ങനെയാ ഗ്രേസ് വിലയിരുത്തണേ? എസ്പെഷ്യലി ഇപ്പോൾ സിനിമയുടെ ഒരു ട്രാൻസിഷൻ പീരീഡിൽ യു ആർ വെരി ആക്റ്റീവ് ഇൻ ദിസ് ഇൻഡസ്ട്രി അല്ലേ. നല്ല ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ച ഒരു കുട്ടി. അപ്പൊ എങ്ങനെയാ ഇതിനെ നോക്കി കാണണം? ഒത്തിരി ആഗ്രഹമുണ്ട്, അങ്ങനെ അത്തരത്തിലുള്ള സിനിമകളിലെ ഭാഗമാകണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ട്. ദൈവം സഹായിച്ച് ചെറിയൊരു ഭാഗമാവാൻ പറ്റി. പക്ഷെ വീണ്ടും ഒരു സ്വപ്നമാണ് ഇതൊക്കെ. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ എന്താ പറയുക, സാക്ഷാത്കരിക്കണേ എന്നുള്ള പ്രാർത്ഥനയുണ്ട് എനിക്ക്. ഒരു ഡാൻസറായിട്ട് മാത്രമല്ല, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അതിലൂടെ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഡാൻസറായി നിന്നുകൊണ്ടും ഒരു ആക്ടറായി നിന്നുകൊണ്ടും ഇത് രണ്ടിനെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമല്ലേ. ചേച്ചിക്ക് അങ്ങനെ ഒത്തിരി സിനിമകളിൽ അങ്ങനെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതെ അതെ, എനിക്ക് തോന്നുന്നു ഗ്രേസ് ഒരു ഡാൻസർ ആണെന്ന് ആർക്കും അങ്ങനെ അധികം പേർക്ക് അറിയില്ല. ഞാൻ മൂവി ആക്ട് ചെയ്യാൻ വന്ന സമയത്ത് അറിയാലോ, ഞാനൊരു കോമഡി സീരീസ് ചെയ്തിട്ടാണ് വന്നത്. അപ്പോഴും ഈ കുട്ടി ഡാൻസ് ചെയ്യോ അങ്ങനെയുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോ മേ ബി ഒരു കച്ചേരിയൊക്കെ ചെയ്ത് തുടങ്ങിയാൽ വളരെ നല്ലതായിരിക്കും. ആഗ്രഹമുണ്ട്, ഒത്തിരി ആഗ്രഹമുണ്ട്. എന്റെ സജഷനാണ്. ഡാൻസ് ക്ലാസ് ഉണ്ടോ അതോ? ഇല്ല, ഡാൻസ് ക്ലാസ് ഒരു ടച്ചും ഇല്ല എന്നാണോ പറയണേ? ഇപ്പം കുറച്ചായിട്ട് ഇങ്ങനെ മാറി. ഭയങ്കര വിഷമാണ്. എനിക്ക് ഫ്രണ്ട്സ് ഒക്കെ കളിക്കണതാണ് എനിക്ക് ഭയങ്കര കുശുമ്പ്. കുറച്ചും കൂടി കുത്തി നോക്കി. എന്താണ് ലക്ഷ്യങ്ങൾ? എനിക്ക് നല്ലൊരു അഭിനേത്രി ആവണമെന്നാണ്. അങ്ങനെ ഒരു മോഹമായിരുന്നു ഉള്ളില്? അയ്യോ, എനിക്ക് ഓർമ്മ വെച്ച കാലം മുതലേ അതാണ്. അത് ശരി, ആക്ടർ ആവണം തന്നെയായിരുന്നു. ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ജീവിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അത്ര ആഗ്രഹമായിരുന്നു. ആഗ്രഹം ഉണ്ടാവാനുള്ള ഒരു റീസൺ എനിക്കറിയില്ല ചേച്ചി. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തൊട്ടേ ടീച്ചർമാരെ അനുകരിച്ചാണ് എൻ്റെ ഓർമ്മ മുഴുവനും. സ്കൂളിലേക്ക് നടന്നാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പോണ വഴി മുഴുവൻ ഒരു വടി പറിച്ച് വരുന്ന വഴി എല്ലാ ചെടികളും അടിച്ച് തല്ലി പഠിപ്പിച്ച് അതാണ് എൻ്റെ ഓർമ്മ മുഴുവനും. ഒരു ആക്ടർ ആവണം എന്നാണ് എപ്പോഴും. അമ്മയോട് എപ്പോഴും പറയും, സാധാരണ ഒരു ഫാമിലിയാണ്, അമ്മ എല്ലാ അമ്മമാരെയും പോലെ തന്നെ നമുക്ക് പറ്റിയ ഏരിയ അല്ല എന്ന് പറഞ്ഞ് വഴക്ക് പറയും എപ്പോഴും. പക്ഷെ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്നത് സന്തോഷമാണ്. ഞാൻ കഷ്ടപ്പെട്ടാണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. ഓക്കെ, ആ കഷ്ടപ്പാടിന്റെ ഇനീഷ്യൽ സ്റ്റേജസ് പറഞ്ഞു, ഇപ്പോൾ ആഗ്രഹം പറഞ്ഞു. സ്ട്രഗ്ലിംഗ് ഉണ്ടായിട്ടുണ്ട്? സ്ട്രഗ്ലിംഗ് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. കാരണം ഫിനാൻഷ്യലി അത്ര വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ആയിരുന്നില്ല. അപ്പം ഒത്തിരി കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി ഞാൻ തന്നെ അധ്വാനിച്ചാണ്. ഞാൻ എന്നെ പഠിപ്പിച്ച ടീച്ചറുടെ കൂടെ ഞാൻ പഠിപ്പിക്കാൻ പ്രോഗ്രാംസിന് പോവും. ഞാൻ ഗുരു RLV നിഷ സുഭാഷ് എന്നാണ് മിസ്സിന്റെ പേര്. മിസ്സിന്റെ കൂടെ പോവും. മിസ് തരുന്ന കൊച്ചു പൈസ വെച്ച് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്താണ് ഞാൻ ഇവിടെ വരെ എത്തിയത്. സോ പ്രൗഡ് ഓഫ് യു ഗേൾ. ശരി, നമ്മളിപ്പോ സ്ത്രീ ശാക്തീകരണത്തിനൊക്കെ പറ്റി വളരെ ഘോരം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എനിക്ക് തോന്നുന്നു ദിസ് ഇസ് റിയൽ വുമൻ എംപവർമെന്റ് അല്ലേ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ നമ്മൾ എക്സൽ ചെയ്തുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത്. ബാക്ക് ടു കുമ്പളങ്ങി നൈറ്റ്സ്, എങ്ങനെയായിരുന്നു ആ വിളി വന്നത്? ഞാൻ ഇത് പറഞ്ഞ പോലെ തന്നെ ഡിഗ്രി കഴിഞ്ഞിട്ട് ഞാനൊരു സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു, ഡാൻസ് ടീച്ചറായിട്ട്. എന്താണ് ഞാൻ കേൾക്കണേ? അപ്പൊ അവിടെ ഇതൊക്കെ കുറെ പേർക്ക് അറിയണ കാര്യമാണോ? ഇല്ല, അങ്ങനെ അധികം അറിയില്ല. പ്ലീസ് ഓപ്പൺ. അപ്പൊ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് ശ്യാമേട്ടന്റെ കോള് വരുന്നത്. 3 മാസം വർക്ക് ചെയ്തോളൂ, അപ്പോഴാണ് ഇങ്ങനെ കോള് വരുന്നത്.
അപ്പം ഈ ഒരു സ്വപ്നം വീണ്ടും. എങ്ങനെയാണ് ശ്യാമായിട്ട് എങ്ങനെയാണ് ഇപ്പൊ? ഒരു കോണ്ടാക്റ്റും ഇല്ല. ശ്യാമേട്ടൻ ഹാപ്പി വെഡിങ് കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. ഓക്കെ ഓക്കെ. ദൈവത്തിന്റെ അനുഗ്രഹം. അതും ഫഹദിന്റെ കൂടെ ആക്ട് ചെയ്യാന്നുള്ളത് ഞാനിങ്ങനെ വായിക്കായിരുന്നു. ആകെ ബാക്കി എല്ലാവരെയും അറിയാമായിരുന്നു, പക്ഷെ എനിക്ക് അറിയാത്ത ഒരാളായിരുന്നു ഫഹദ് എന്നുള്ളത് ഞാൻ എവിടെയോ ഇന്റർവ്യൂവിൽ പറഞ്ഞത് ഞാൻ വായിച്ചു. ഫഹദ് എന്നുള്ള ആക്ടറിനെ എങ്ങനെയൊക്കെ പഠിച്ചു തീർന്നിട്ടില്ല എന്ന് വേണേൽ പറയാം. അവിടെ വെച്ച് ഭയങ്കര ടെൻഷനാണ് ഇക്കനെ ഫേസ് ചെയ്യാനായിട്ട്. പക്ഷെ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പിന്നെ അത്രയും സപ്പോർട്ടീവായിട്ടുള്ള ടീമാണ്. പിന്നെ നമ്മുടെ ഉത്തരവാദിത്തം ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളത് അതും ഒരു ഭാഗത്തുണ്ട്. എല്ലാം കൂടെ ഞാൻ കൺട്രോൾ ചെയ്തു. അത് ഞാൻ എവിടെയോ പറഞ്ഞല്ലേ, 100 മാർക്ക് ഫഹദ് വാങ്ങിക്കുമ്പോ ഒരു 20 മാർക്ക് എനിക്ക് കിട്ടണ്ടേ. പക്ഷെ 20 യു വർ റിയലി ഗുഡ് ഇൻ കുമ്പളങ്ങി നൈറ്റ്. ഗേൾസിന് അത്യാവശ്യം ഫ്രീഡം അനുവദിച്ചു കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ. ഞാൻ അനലൈസ് ചെയ്തെടുത്തോളം അതൊരു സ്ത്രീപക്ഷ സിനിമയാണെന്നേ ഞാൻ വാദിക്കുള്ളൂ. കാരണം ഒരു മനുഷ്യന്റെ ലൈഫിൽ അല്ലെങ്കിൽ ഒരു കൂട്ടം പുരുഷന്മാരുടെ ലൈഫിലേക്ക് സ്ത്രീകൾ വരുമ്പോ ഉണ്ടാവുന്ന ഒരു വ്യത്യാസമാണ് ആ കഥ പറയുന്നത്. അത് പക്ഷെ പറയാതെ പറഞ്ഞൊരു സിനിമയാണ് അല്ലേ. അതിലൊരു മാസ് ഡയലോഗ് ഉണ്ട്. ചേട്ടനായാലും ശരി ആരായാലും സംസാരിക്കണം. അത് പലരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് സ്ക്രിപ്റ്റിലുള്ളതാണോ? സ്ക്രിപ്റ്റിലുള്ളതാണ്. ഓക്കെ. അത് ചെയ്തപ്പോ എന്തായിരുന്നു റെസ്പോൺസ്? അത് ചെയ്തത് ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. ഒന്നാമത്തെ തവണ എടുത്തപ്പോഴത്തേക്കും ഞാൻ തുടക്കക്കാരിയല്ലേ, അപ്പം തെറ്റുകൾ സംഭവിച്ചിരുന്നു. അപ്പോൾ ശ്യാമേട്ടൻ ഇങ്ങനെ പറഞ്ഞു, ഗ്രേസിൻ്റെ സിസ്റ്ററിനാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ ഗ്രേസ് എങ്ങനെ റിയാക്ട് ചെയ്യും, അത്രയും ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് കിട്ടേണ്ടതും പറഞ്ഞു തരേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടിക്കഴിയുമ്പം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുള്ളൊരു ശരിക്കായിട്ടുള്ള തെളിവാണത്. ഓക്കെ. റിയൽ ലൈഫിൽ അങ്ങനെ കണ്ടിട്ടുള്ള ഒരു ഹീറോ ആരാണ്? റിയൽ ലൈഫ് ഹീറോ ആയിട്ടും ഹീറോയിനായിട്ടും അമ്മ തന്നെയാണ്. രണ്ടും എൻ്റെ അമ്മ രണ്ടിനെയും. അമ്മയുടെ മാസ് ഡയലോഗ്സ് വല്ലതുണ്ടോ? അമ്മ ഒത്തിരി ഡയലോഗ് പറയുന്ന ആളാണ്. ഞാൻ സിമിയെ ചെയ്യാനായിട്ട് എനിക്ക് വേറെ ആരെയും ഒബ്സർവ് ചെയ്യേണ്ട കാര്യം വന്നിട്ടില്ല. അമ്മയെ തന്നെ നോക്കി. നമ്മുടെ എല്ലാ അമ്മമാരിലും ഉണ്ട് ഒരു സിമി. ചിലപ്പോ ഒന്ന് ഒതുങ്ങി, ചിലപ്പോ ഒന്ന് പറഞ്ഞ് അപ്പം അമ്മയാണ് വേണ്ട സമയത്ത് പറഞ്ഞ് എല്ലാം ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി. എന്താ പറയാ, ഇനിയുള്ള എക്സ്പെക്ടേഷൻ എന്താണ് സിനിമയിൽ? എനിക്ക് സിമിയെ പോലുള്ള പ്രേക്ഷകരെ ഓർത്തിരിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യണമെന്നാണ്. എന്നും ഓർത്തു വയ്ക്കുന്ന ഒരു മെമ്മറി എന്താ കുമ്പളങ്ങി നൈറ്റ്സ്? അതിലെ ആ ഫസ്റ്റ് എന്നെ സിമിയിൽ ആക്കിയ ദിവസം തന്നെയാണ് എന്നോട് സിമിയാണ് ചെയ്യാൻ പോകുന്നതെന്ന് എന്നോട് പറഞ്ഞ ആ 5th മീറ്റിങ്ങിലെ ആ ദിവസമാണ് എനിക്ക് എന്നും ഓർമ്മിക്കാവുന്നത്. സിമിനെ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും റിയൽ ലൈഫിൽ? ഒത്തിരി സിനിമമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇല്ല, അത് ശ്യാമേട്ടന് മാത്രമേ അറിയുള്ളൂ. കാരണം അത് അങ്ങനെ വല്ലാത്തൊരു ക്യാരക്ടർ ആയിരുന്നു അല്ലേ? ശരിയാണ്. ഇപ്പൊ ചെയ്യണ സിനിമയാണ് തമാശ. അതിലെ ക്യാരക്ടറിനെ പറ്റി? തമാശയും ഭയങ്കര സ്പെഷ്യലാണ് എനിക്ക്. തമാശയിലെ ക്യാരക്ടർ സഫിയ എന്നാണ് ക്യാരക്ടറിന്റെ പേര്. മുസ്ലിം ക്യാരക്ടറാണ്. കൂടുതൽ എനിക്ക് വെളിപ്പെടുത്താനായിട്ട് സാധിക്കില്ല. ഞാൻ ടീച്ചർ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ മെസ്സേജ് അയച്ച് സാറിനെ വീഴ്ത്താൻ നോക്കണോ? സഫിയ ഭയങ്കര സ്പെഷ്യലാണ് ആ സിനിമയിൽ മൊത്തം. വളരെ കുറച്ച് സമയമേ ഉള്ളെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഓക്കെ. സഫിയയ്ക്ക് വേണ്ടി പ്രിപ്പറേഷൻ എടുക്കേണ്ടി വന്നോ? കുറച്ചെന്ന് പറയാൻ വേണമെങ്കിൽ. കാരണം കുറച്ച് അതിൻ്റെ സ്ലാങ് കുറച്ച് പിടിക്കണമായിരുന്നു. പിന്നെ അതിലൊരു മുസ്ലിം സ്ത്രീയുടെ കഥാപാത്രമായതുകൊണ്ടുള്ള പൊന്നാനിയിലുള്ള അവരുടെ ഒരു അങ്ങനെ ഭാഷ ശരിക്കും വശമാക്കണമായിരുന്നു. ഏറ്റവും കൂടുതൽ ഒരു ഷൂട്ടിംഗ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക എന്താ? ഷൂട്ടിംഗ് ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഞാനായി ഇരിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് തന്നിരിക്കുന്ന ക്യാരക്ടറായിട്ട് ഒത്തിരി മാറാൻ ഞാൻ ശ്രമിക്കുക. അത് കുമ്പളങ്ങിയിലൂടെയാണ് പഠിച്ചത്. ശരിക്കും നമ്മളായിട്ടിരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് പറയുന്ന സമയത്ത് വേറൊരാളിലേക്ക് ഒരു ചാട്ടം ചിലപ്പം കുറച്ച് സമയമെടുക്കും. അപ്പം അതായിട്ട് തന്നെ ഇരിക്കുവാണെങ്കിൽ വളരെ സ്മൂത്തായിട്ട് നമുക്ക് അതിലേക്ക് പോകാമല്ലോ. അങ്ങനെ ഇരിക്കാൻ ശ്രമിക്കാറുണ്ട്. എന്താണ് എഴുതുക? ഞാൻ സ്ക്രിപ്റ്റ് എഴുതാറുണ്ട്.
സ്ക്രിപ്റ്റ് ഇൻ ദ സെൻസ് മൂവിക്ക് വേണ്ടി? മൂവിക്ക് വേണ്ടിയിട്ടല്ല, ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്. എഴുതിയിട്ട് ഞാൻ എഴുതുന്നതെന്ന് വെച്ചാൽ ഒരു ആക്ടറായി എനിക്ക് വേണ്ടിയിട്ട് ഞാനൊരു എന്താ പറയുക, കുറേ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ബോൾഡ് ആക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ സ്ക്രിപ്റ്റുകൾ എഴുതാറ്. അതായത് ഇപ്പം അത് വായിക്കാൻ തരുമോ ആർക്കെങ്കിലും? ഇല്ലില്ല. അതായത് എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആണ്. ഒരു സെറ്റിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ക്യാമറ, അവിടുത്തെ ലൈറ്റ്സ്, ആർട്ടിസ്റ്റുകൾ, എല്ലാത്തിനെയും പറ്റി എനിക്ക് ഭയങ്കര ഓരോ കാര്യങ്ങൾ ഞാൻ അന്വേഷിക്കാറുണ്ട്. അപ്പം ഒരു റൈറ്ററായിരിക്കുന്ന സമയത്ത് റൈറ്റർ എന്ന് പറയുന്നതിൻ്റെ എല്ലാത്തിൻ്റെയും എന്താ പറയുക ഒരു ആണിക്കല്ലാണ്. അപ്പോൾ പുള്ളി ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഞാനൊരു റൈറ്ററായിട്ടിരുന്ന് എഴുതുമ്പം ഇതിനെല്ലാത്തിനെയും പറ്റി എനിക്ക് അറിയാൻ പറ്റും. എല്ലാത്തിനെയും പറ്റി അറിഞ്ഞിട്ട് ഞാനൊരു ആക്ടറായി പോയി നിന്ന് പെർഫോം ചെയ്യുമ്പം നമുക്ക് എന്താ പറയുക, കോൺഫിഡൻസ് ഉണ്ടാവും, എളുപ്പമായിരിക്കും ഒത്തിരി കാര്യങ്ങൾ. അപ്പം അത് കാരണം എഴുത്ത്. അപ്പോൾ ഒരു ഡയറി അല്ല, എന്നാലും നമ്മളുടെ അനുഭവങ്ങളെല്ലാം കൂടി കൂട്ടി വെച്ച് അവസാനം ഒരു പുസ്തകമൊക്കെ ആവോ? ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് എല്ലാം എഴുതി കുറെ കഴിയുമ്പോൾ ഓരോ സ്ക്രിപ്റ്റും എടുത്ത് വായിച്ചു നോക്കും. എന്നിട്ട് അത് എനിക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞാനത് കളയും. എല്ലാ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ചെയ്യുന്ന പോലെ. വീണ്ടും ഉണ്ടായ സംഭവങ്ങൾ എഴുതിയത് ഇഷ്ടപ്പെട്ടില്ല. ഉണ്ടായ സംഭവങ്ങളല്ല, ഏതെങ്കിലും ഒരു ത്രെഡ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിനെ ബിൽഡ് ചെയ്ത് അത് കൊള്ളാം. അത് ഒരു മാസം, ചിലപ്പോൾ 2 മാസമൊക്കെ എടുക്കും ഒരു കഥ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാനായിട്ട്. അങ്ങനെ ഉണ്ടായ ഒരു കഥ 1 ലൈൻ പറഞ്ഞുതരാൻ പറ്റും? ദൈവമേ, വേണോ? സിനിമയാക്കാൻ പറ്റിയാലോ? ഈ അടുത്ത് ഏറ്റവും അധികം ഒരു മെസ്സേജ് കണ്ടിട്ട് ഇതെനിക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം എന്ന് തോന്നിയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എത്ര സ്ക്രീൻഷോട്ട്സ് ഉണ്ട് ഫോണിൽ? ഫോണുണ്ടോ? ഇല്ല. ഞാൻ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുള്ളൂ. പുള്ളിക്കാരൻ കുമ്പളങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് അയച്ചതാണ്. പുള്ളിക്കാരൻ ഒരു കുട്ടിയാണ്, പേരെനിക്ക് ഓർമ്മയില്ല. അപ്പം ചേച്ചി എനിക്ക് സിനിമയെ കണ്ടപ്പോൾ എൻ്റെ അമ്മയെ ഓർമ്മ വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്കത് സ്പെഷ്യൽ ആവാൻ കാരണം റിയൽ ലൈഫിലുള്ള ആരെങ്കിലുമായിട്ട് നമ്മൾ ചെയ്തൊരു കഥാപാത്രത്തെ കണക്ട് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അപ്പം അതെനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു മെസ്സേജാണ്. സോ നൈസ്. ഇനിയും നല്ല നല്ല കഥാപാത്രങ്ങൾ ഉണ്ടാവട്ടെ. ഡാൻസിന്റെ കാര്യം മറക്കണ്ട. അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമ്പോൾ ഡെഫിനറ്റ്ലി ആ ലെവലിലും കൂടിയും പ്രേക്ഷകരെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു നല്ലൊരു ഡാൻസർ കൂടിയായിട്ട് ഗ്രേസ് അറിയപ്പെടട്ടെ. താങ്ക് യു ചേച്ചി. ഓൾ ദി ബെസ്റ്റ് ഡാർലിംഗ്. ടേക്ക് കെയർ.